ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഊർജം പകരുന്ന വാക്കുകളാൽ നമുക്ക് പുഷ്പവൃഷ്ടി നടത്തിയ ഫാദർ കോളേജിൻ്റെ അഭിമാനം പ്രിൻസിപ്പളിൻ്റെ ഐഷാസത്തിന മാഡത്തിൻ്റെ ഹൃദ്യമായ വാക്കുകളും അതോടൊപ്പം തന്നെ ഈ നഗരിയെ പാൽക്കടലാക്കിയോട് ഒഴുകിയെത്തിയ പ്രിയപ്പെട്ട നക്സബൻഡ് മെമ്പർമാർ, ഇങ്ങനെ മനോഹരമായ പരിപാടി സംഘടിപ്പിച്ച റഷീദ് സാഹിബിൻ്റെയും മറ്റ് കോർഡിനേറ്റർമാരുടെയും ഷരീഫ് സാഹിബിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ തരിക. അതിമനോഹരമായി വ്യായാമം ചെയ്യുന്ന പ്രഭാത വ്യായാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിലേക്ക് ഇത്രയും ജനങ്ങൾ കടന്നു വരുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. അതും 7 യൂണിറ്റിൽ നിന്ന് 1300 ആളുകൾ കടന്നു വരുന്നെങ്കിൽ മാഡം വിശദീകരിച്ചതുപോലെ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉന്നതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. നാടും നഗരവും ഏറ്റെടുത്ത് സാധുണ പറഞ്ഞല്ലോ പ്രഭാതത്തിൽ നമ്മൾ കിടങ്ങുകൊണ്ടിരുന്ന നന്മ. നമ്മളിപ്പോൾ എല്ലാ പാർട്ടികളും മുദ്രാവാക്യം ഏറ്റുപിടിച്ചിരിക്കുകയാണ്. മാക്സിമം അതിവേഗം ബഹുദൂരം പോകുമ്പോൾ മാക്സിമം വരും, എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പറയാം. മാക്സിമം വരട്ടെ, ഒരു മാറ്റത്തിനായി എന്ന് പഠിക്കാം. കാരണം നമ്മളിൽ എല്ലാ പാർട്ടിക്കാരിലും ഒരു തുള്ളി രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ മനസ്സിലാകുമെന്ന് പറഞ്ഞ പോലെ ഓരോ മാക്സിമം യൂണിറ്റും എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൈനനും ബുദ്ധനും എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ചേരുന്ന അപൂർവ സംഗമത്തിന് വേദിയാകാൻ പ്രഭാതത്തിലൂടെ എല്ലാ സമൂഹവും ചേർന്ന് നിന്ന് ഒരുമിച്ച് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരം ലോകത്തിന് സമർപ്പിക്കാനുണ്ട്. 10 വർഷം ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു സംഭവമുണ്ടെന്ന് 2022 ഒക്ടോബറിൽ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ഞാനുമായി സംസാരിക്കവേ പ്രിയ സുഹൃത്ത് KT മുസ്തഫ വഴി സംസാരിക്കവേ പറഞ്ഞു, ഇതിനെ ലോകത്തിന് നമുക്ക് പരിചയപ്പെടുത്തണം. ഇങ്ങനെ ഒരു സംസ്കാരമുണ്ട്. സമൂഹം ഈ കെട്ടകാലത്ത് മനുഷ്യ മനസ്സുകളെ മനുഷ്യ ഹൃദയങ്ങളെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കും. അതിനുള്ളൊരു വേദിയാണ്. അതോടൊപ്പം ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും. ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യശൈലി കൊണ്ട് നമുക്ക് പണിക്ക് പുറത്തു നിർത്താമെന്ന് തെളിയിച്ച ജഡ്ജിമാർ മുതൽ സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവർ മുതൽ കോൺസ്റ്റബിൾ മുതൽ മന്ത്രിമാർ മുതൽ ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ പൊസിഷനുള്ള ജനങ്ങളും കാറ്റഗറി മറന്ന് ഒരു ട്രെയിനറിന്റെ കീഴിൽ പ്രഭാതങ്ങളെ ഊർജത്തിന്റെ പ്രവാഹമായി മാറ്റുന്നു എന്ന ആ സത്യം മനസ്സിലാക്കിയപ്പോഴാണ് ഇത് കൊണ്ടോട്ടി തുറക്കൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും നിർബന്ധമായി ചെയ്യിക്കേണ്ട ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യത്തിന്റെ കാര്യത്തിൽപ്പെടുന്ന വ്യായാമം സമയക്കുറവ് കൊണ്ട് മാറ്റിവെക്കുന്നവർക്ക് 21 മിനിറ്റ് സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഈ വ്യായാമം, ആ വ്യായാമ സംവിധാനം ലോകത്തിന് പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങളിവിടെ കണ്ടതുപോലെ ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദിയും അതേപോലെ തന്നെ എനിക്ക് മുഹമ്മദ് മാഷറും അഷ്റഫ് അണ്ടോണയും അഫ്സത്ത് ടീച്ചറും അടക്കം ഇവിടെയുള്ള കോർഡിനേറ്റർമാർ, ഈ മേഖലയുടെ കോർഡിനേറ്ററുമായ റഷീദ് സാഹിബും അതേപോലെ തന്നെ രമേശ് ടീമുകൾ മുഴുവൻ എന്നോടൊപ്പം അതിരാവിലെ പരിപാടിയിലേക്ക് കടന്നു വന്ന ഡോക്ടർ ഷാഫി കളത്തിലും കവിയും എഴുത്തുകാരനുമായ ബാപ്പു കേലിപ്പനും അതേപോലെ തന്നെ മീഡിയ കോർഡിനേറ്ററുമായ ഷെരീഫും സലാമും ട്രെയിനർ ഫൈസലും സിദ്ദീഖ് മാഷും നടക്കുന്ന ആളുകളൊക്കെ എന്തുകൊണ്ട് അതിരാവിലെ ഈ സംസ്കാരത്തിലേക്ക് കടന്നു വരാനും ഇന്നലെ രാത്രി 10 മണിക്ക് ഫോൺ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഓർഗനൈസേഷനിലാണെന്ന് ആവേശപൂർവ്വം പറഞ്ഞ ഷെരീഫ് സാറിനെ പോലുള്ള ആളുകൾ തന്നെയാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ഇതിന്റെ ഗുണഗണങ്ങൾ ചുരുക്കി നിങ്ങളോട് പറയാം. ഇത്രമാത്രം നമ്മൾ ജമ്പിംഗ് ജാക്സിൽ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിക്കാനും അമിതവണ്ണം കുറയാനും ശരീരഭാരം കുറയാനും മസിലുകളെ ശക്തിപ്പെടുത്താനും ശരീരത്തിലേക്ക് ഓക്സിജന്റെ പ്രവാഹം ഉണ്ടാക്കാനും നമുക്ക് മൊത്തത്തിലൊരു ശരീരത്തെ വാമപ്പ് ചെയ്ത് ഊർജം പകരാനും നമുക്ക് ജമ്പിംഗ് എക്സസൈസസ് എന്ന എയറോബിക് എക്സസൈസ് പ്രയോജനം ചെയ്യുന്നു. പിന്നീട് നിങ്ങൾക്കറിയാം, നമ്മൾ ആംഗിൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ മൊത്തം ബാലൻസ് ഒരു കാലിൽ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണമെങ്കിലും ബാലൻസ് ചെയ്യുന്ന നമ്മുടെ ഫൗണ്ടേഷനായ കാൽപാദങ്ങളെ വാമപ്പ് ചെയ്ത് എനർജൈസ് ചെയ്ത് ശക്തിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നീ റൊട്ടേഷൻ, മുട്ടിനുണ്ടാകുന്ന മുറുക്കവും പ്രശ്നവും പിന്നീട് നടക്കാനും ഇരിക്കാനുമുള്ള ശേഷി, ഇതിന് നമസ്കരിക്കാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് നമ്മുടെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുന്നവരാണ്, അതേപോലെ തന്നെ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അരക്കെട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങളും
ഇടുപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്ന എക്സസൈസാണ് നമ്മൾ ഹിപ്പ് റൊട്ടേഷനിലൂടെ ചെയ്യുന്നത്. പിന്നീട് ഹെഡ് റൊട്ടേഷൻ. എല്ലാ സമയവും മൊബൈലിലേക്കും താഴോട്ടും നോക്കിയിരിക്കുകയും പിരടിക്കും കഴുത്തിനും വേദന ഉണ്ടാവുകയും തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടാവും. അതേപോലെ ഓറൽ വെർട്ടിഗോ പോലെ, ബാലൻസ് ഇഷ്യൂ പോലെ, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഏറ്റവും നല്ല വ്യായാമമാണെന്ന് തെളിയിച്ചതാണ് ഹെഡ് റൊട്ടേഷൻ. അങ്ങനെ അതൊക്കെ ചെയ്ത് ശരീരത്തെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തതിനു ശേഷം ബെൻഡിങ് ആൻഡ് സ്ട്രെച്ചിങ്, ഡീപ് ബ്രീതിങ് ആൻഡ് സ്ട്രെച്ചിങ്, നമ്മൾ പോകുന്ന യോഗ ബേസ്ഡ് എക്സസൈസുകളിലേക്കാണ് പിന്നീട് നമ്മൾ കിടക്കുന്നത്. ആദ്യം നമ്മൾ എയറോബിക് കഴിഞ്ഞു, അതേപോലെ ഫിസിയോതെറാപ്പി എക്സസൈസ് കഴിഞ്ഞു, പിന്നീട് നമ്മൾ യോഗ ബേസ്ഡ് എക്സസൈസ്, ഡീപ് സ്ട്രെച്ചിങ് ആൻഡ് ബ്രീതിങ്ങിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കറിയാം. നമ്മുടെ വാരികൾക്കിടയിലുള്ള ഇന്റർകോസ്റ്റൽ മസിൽസിനെ, പേശികളെ ശക്തിപ്പെടുത്തുകയും ശരീരത്തെ സ്ട്രെച്ച് ചെയ്തെടുക്കുകയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും, വളർത്തുമൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വീട്ടിൽ രാവിലെ ഒന്ന് മൂലിന് വന്നിരിക്കും. നമ്മുടെ ശരീരത്തിന് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, ശരീരത്തെ പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്തെടുക്കുകയും ബ്രീത്തിങ് ചെയ്ത് ശരീരത്തിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് സ്വിംഗ് ചെയ്യുമ്പോൾ ഷോൾഡറിലുള്ള ഷോൾഡറിനെ വലിച്ചു നേടാനും തോളിലുള്ള വേദനകൾ മാറുന്നതിനും അതേ സമയം തന്നെ ചെസ്റ്റിലേക്ക്, നമ്മുടെ ലങ്സിലേക്ക് കൂടുതൽ വായു കടന്നു അത് ഓക്സിജൻ വലിച്ചെടുത്ത് അതിനെ ആസ്മ, അലർജി പോലുള്ള രോഗങ്ങൾ തടയാനും നെഞ്ച് ശക്തിപ്പെടുത്താനും ഷോൾഡർ ശക്തിപ്പെടുത്താനും നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നീട് ഇൻഡെക്സ് ഫിംഗർ അപ്പ്, നമ്മുടെ ശരീരത്തിന്റെ പോസ്ചർ ശരിയാക്കുന്നതിന്, ശരീരം ഒരു സൈഡിലേക്ക് വളഞ്ഞു പോവുകയും പ്രായം കൂടുമ്പോൾ ചുരുങ്ങി പോവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനും ടോപ്പ് മുതൽ വിരലഗ്രം വരെ മൊത്തം സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വയറ് ചുരുങ്ങാൻ സഹായിക്കുന്ന ഒരു വ്യായാമം. അതിനുശേഷം നമ്മൾ ആം ലോക്ക് ചെയ്ത് ഷോൾഡർ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റിനെയും ഷോൾഡറിനെയും കൈയിലെ മസിലുകളെയും ശക്തിപ്പെടുത്തുന്നുണ്ട് ഫിംഗർ ലോക്ക്. അതിനുശേഷം ആം ലോക്ക് ചെയ്യുമ്പോൾ നമ്മളെ പുറകുവശത്തുള്ള മസിലുകളെയും ഷോൾഡറിനെയുമാണ് അത് ശക്തിപ്പെടുത്തുന്നത്. പിന്നീട് യോഗ ബേസ് ബെൻഡിങ് എക്സസൈസ്, നമ്മൾ വയറൊക്കെ ചുരുങ്ങാൻ വേണ്ടി ചെയ്തിരുന്ന ബെൻഡിങ്, ഫ്രണ്ട് ബെൻഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ടോപ്പ് മുതൽ വിരലഗ്രം വരെ പൂർണ്ണമായും സ്ട്രെച്ചിങ്ങിന് വിധേയമാവുകയും നട്ടലിനും സ്പൈനലിനും വാമപ്പ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആ സ്ട്രെച്ചിങ് എക്സസൈസിന് ശേഷം പിന്നീട് അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ ബാക്ക്വേർഡ് ചെയ്യുമ്പോൾ അതും നട്ടലിനെയും സ്പൈനലിനെയും ഹിപ്പിനെയും ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ലെഗ്സിനെയും ചെസ്റ്റിനെയും ശക്തിപ്പെടുത്തുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുകയും ആസ്മ, അലർജി പോലുള്ള അസുഖങ്ങൾക്ക് ഇവിടെയും നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഫിംഗർ ലോക്ക് ബാക്കിൽ ചെയ്തിട്ട് നമ്മൾ കൈ പിന്നോട്ട് ഉയർത്തുമ്പോൾ കൈകൾ ഉയർത്താനും പിറകുവശത്തേക്ക് കൈ കൊണ്ടുപോകാൻ മൂവ്മെന്റിനൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറാനും ഷോൾഡർ വേദന കുറയാനും പ്രായമാകുമ്പോൾ നമ്മുടെ കൈകൾക്ക് ഉണ്ടാകുന്ന തളർച്ച ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ കാലിന്റെ ശരീരത്തിന്റെ പിറകുവശത്താണ് സ്ട്രെച്ചിങ് പൂർണ്ണമായി നിങ്ങൾക്ക് കിട്ടുന്നത്. ആ സമയത്ത് കാലിലും കാലിന്റെ പിറകിലും ഉണ്ടാകുന്ന വേദനകൾ മാറാനും ബോഡിയെ പൂർണ്ണമായി സ്ട്രെച്ച് ചെയ്യാനും ഇന്റേണൽ ഓർഗൻസിനെ ഉത്തേജിപ്പിക്കാനും വയറ് നന്നായി ചുരുങ്ങാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സിറ്റപ്പിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വാർദ്ധക്യം കടന്നു വരുന്നത് നമ്മുടെ കാലുകളിൽ നിന്നാണ്. എനിക്കിപ്പോൾ പഴയതുപോലെ നടക്കാൻ പറ്റുന്നില്ല, വിചാരിച്ചിടത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. അതേ സമയത്ത് നമ്മുടെ കാലിലെ മസിലുകളിലാണ് നമ്മൾ പൂർണ്ണമായും ലോഡ് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ താഴോട്ടിരിക്കുമ്പോൾ നമ്മുടെ കാൽമുട്ടുകൾ ശക്തിപ്പെടുന്നുണ്ട്. താഴോട്ടിരിക്കുമ്പോൾ കാലിന് ഇരിക്കാനും നിൽക്കാനുമുള്ള ശേഷി ഒന്നുകൂടി വർദ്ധിക്കുമ്പോൾ വേണം നാടൻ തൊഴിലേക്ക് ഉപയോഗിക്കാനും ഇരുന്ന് ജോലി ചെയ്യാനും ഇരുന്ന് നമസ്കരിക്കാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് തിരികെ ലഭിച്ച ഫീഡ്ബാക്കുകൾ ലഭിക്കുമ്പോൾ നമ്മുടെ കാലുകൾ ശക്തിപ്പെടുമ്പോൾ, മസിലുകൾ ശക്തിപ്പെടുമ്പോൾ ജോയിന്റിലുള്ള ആഘാതം കുറയും. നമ്മുടെ അധ്വാനം ജീവിത രീതി മാറുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എക്സസൈസുകൾ എത്രമാത്രം പ്രയോജനകരമാണ് എന്ന് ഫീഡ്ബാക്കുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നീട് ഇത്രയും ടെൻഡൻസിയിൽ നമ്മൾ വയറിലേക്ക് ഉള്ളിലേക്ക് ചെരുങ്ങാനുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ആ വയറിനെ ഒന്ന് പുൾ ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയും അതോടൊപ്പം നമ്മുടെ കൈയിലെയും കഫ് മസിലുകളെയും ശക്തിപ്പെടുത്താനാണ് പുൾ ചെയ്തിട്ട് വയറ് നമ്മൾ പുഷ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അക്യുപ്രഷർ നമ്മുടെ കിഡ്നിയെയും ലിവറിനെയും പാൻക്രിയാസിനെയും ഒക്കെ ഉത്തേജിപ്പിക്കുകയും സൈഡിലെ വയറ് അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പുകളെ അലിയിച്ച് കളയാൻ, മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സഹായിക്കുന്നതാണ് അക്യുപ്രഷർ. നമ്മുടെ അക്യുപ്രഷർ പോയിന്റ് ഉപയോഗിച്ചാണ് ഈ സൈഡിലെ മസിലുകളെ നമ്മൾ പ്രസ് ചെയ്യുന്നത്. പിന്നീട് ഏറ്റവും പ്രയോജനപ്പെട്ട നമുക്ക് വളരെ സിമ്പിളായി തോന്നാവുന്ന ആബ്ഡോമൽ വൈബ്രേഷൻ, വയറിനെ നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. നമുക്കറിയാം ദഹന പ്രശ്നങ്ങളുള്ളവർക്ക്, മലബന്ധം പോലുള്ള പ്രശ്നമുള്ളവർക്ക്, ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ, ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ എപ്പോഴും 2-3 പ്രാവശ്യം ചെയ്യാവുന്ന ഒരുപാട് പ്രയോജനകരമായ എക്സസൈസാണ്. അതോടൊപ്പം നമ്മുടെ വയറിന്റെ മസിലുകൾ ഉറക്കാനും ശക്തിപ്പെടാനും ഈ വ്യായാമം നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇത്രയും ബോഡിക്ക് എക്സസൈസ് കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ശരിയായിരിക്കണം. പ്രായം കൂടിയ ആളുകളാണ്
പലപ്പോഴും വ്യായാമത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതിരിക്കുകയും അതിലുപരി ഓർമ്മക്കുറവ് നമ്മളെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ, അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ മാറ്റാൻ, ടെൻഷൻ കുറക്കാൻ, പഠനത്തിൽ, നിങ്ങളുടെ ആരാധനകളിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ ഏറ്റവും നല്ല എക്സസൈസാണ് മെഡിറ്റേഷൻ. ഇത് ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമല്ല, ദിവസം ഒരു 10 പ്രാവശ്യം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വിചാരിച്ചോട്ട് കൺട്രോൾ ചെയ്ത് കിട്ടും. ഇത് കുട്ടികൾക്ക്, പഠിക്കുന്നവർക്ക്, അധ്യാപകർക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. അതിന് ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്ത് ശാരീരികവും മാനസികമായി റെഡിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ എക്സസൈസ് വഴി ഡെവലപ്പ് ചെയ്യുന്ന ഡോപ്പമിനും, എൻഡോർഫിനും, ഓക്സിറ്റോക്സിനും, സിറോട്ടിനും ഒക്കെ നമുക്ക് ശരീരത്തിന് ആവേശം പകരുമെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കിയാലും ഒരു പ്രകാശം വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്നത്. നമ്മുടെ കൈകളെ ചൂടാക്കി ആ ചൂടായ കൈപ്പത്തിയെ നമ്മൾ നമ്മുടെ കണ്ണിലേക്ക് ആ ചൂടിനെ പകരുകയും കണ്ണുകളെ ഞരമ്പുകളേക്ക് ഉത്തേജിപ്പിക്കുകയും ശേഷം മുകൾ ഭാഗത്ത് നമ്മൾ മസാജ് ചെയ്യുകയും പിന്നീട് ആ ചൂടുള്ള കൈത്തലം കൊണ്ട് മുഖത്തെ പതിയെ മേലോട്ട് മസാജ് ചെയ്യുകയും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൊളോജൻ വർദ്ധിക്കാനും, മുഖത്തെ സുഷിരങ്ങൾ മാറാനും, ബ്ലഡ് സർക്കുലേഷൻ കൂടാനും, ചുളിവുകളൊക്കെ മാറിപ്പോയി മുഖത്തിനൊരു തിളക്കവും പ്രകാശവും ലഭിക്കാനും സഹായിക്കും. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ എന്താ ചെയ്തത്, നിങ്ങളെ കണ്ടിട്ട് ചെറുപ്പമാവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളും വരും നെക്സ്റ്ററിലേക്ക്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള നേട്ടം ഉണ്ടാവുമെന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കാം ഒരു പക്ഷേ സലാം സാർ ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ ചെയ്തപ്പോ നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷം ഉണ്ടായപ്പോൾ നിങ്ങൾ കൈയടിച്ചത്. എന്തുകൊണ്ടാണ് കൈയടിച്ചത്? സന്തോഷം. കൃത്രിമമായി നമ്മുടെ മനസ്സിനെ കൈയടിച്ചാൽ പോലും കരച്ചിൽ വരുന്ന സാഹചര്യം മാറുമെന്നാണ് ആധുനിക സൈക്കോളജി പറയുന്നത്. നമുക്ക് കരച്ചിൽ വരുന്ന സാഹചര്യത്തെ മറികടക്കാൻ നന്നായി കൈയടിച്ചാൽ നമ്മുടെ ശരീരം ഉത്തേജിക്കപ്പെടും. അത്രേ. പഠന വൈകല്യമുള്ള മക്കൾക്ക്, എഴുതാൻ സാധിക്കാത്ത മക്കൾക്ക് കയ്യടി ഒരു മരുന്നാണ്, ചികിത്സയായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നമ്മളെ കയ്യടിയിൽ അതിരാവിലെ പ്രഭാതത്തിൽ, ഈ തണുത്തു മൂടിയ പ്രഭാതത്തിൽ പുതച്ചു മൂടി കിടക്കാവുന്നിടത്ത് നിന്ന് ഇതിലേക്ക് കടന്നു വന്ന് ഈ ഒരു എക്സസൈസ് ഞാൻ എൻ്റെ കുടുംബത്തിന് ഭാരമാവില്ല, എൻ്റെ മക്കൾക്ക് ഭാരമാവില്ല. സാറ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് വേണ്ടി ഒരു ബക്കറ്റോ പാട്ടപ്പിരിവോ നടത്തേണ്ടി വരില്ല. എന്നെ എൻ്റെ മക്കൾ ഒരു വൃദ്ധസദനത്തിലേക്ക് മയക്കില്ല. കാരണം ഞാൻ അവരെക്കാൾ ആരോഗ്യമുള്ളവനായി സമൂഹത്തിൽ ജീവിക്കും ഉത്തരവാദിത്വത്തോട് കൂടിയെന്നും ഞാൻ ആരോഗ്യമുള്ളവനാണെന്നും 6 മുതൽ 100 വയസ്സ് വരെയുള്ളവരെ ചെയ്യാവുന്ന 100 നോട്ട് ഔട്ട് എന്ന നമ്മുടെ മുദ്രാവാക്യം 110 വയസ്സായാലും ആരോഗ്യത്തോടെ ഇരിക്കാൻ, കുടുംബത്തിനും സമൂഹത്തിനും ഭാരമാവാതെ ജീവിക്കാൻ നമുക്ക് ഉത്തേജനം പകരുന്ന, ഊർജം പകരുന്ന ഒരു വ്യായാമമാണ് ക്ലാപ്പിങ്ങിലൂടെ, ഈ എക്സസൈസിലൂടെ നമുക്ക് കടന്നു വരുമ്പോൾ ആ എക്സസൈസിലേക്ക് കടന്നു വന്ന നമ്മളെ സ്വയം അഭിനന്ദിക്കാനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് വേറെ ആർക്കും വിട്ടുകൊടുക്കാനല്ല, അതോടൊപ്പം മാനസിക സന്തോഷം പ്രകടിപ്പിക്കാൻ. എന്ത് രസാ ക്ലാപ്പിംഗ് അല്ലേ? വഴിയൊക്കെ ഭയങ്കര രസല്ലേ? അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്ന, ഈ ആരോഗ്യ സംസ്കാരത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഒരു ചെറിയ ഹിന്ദിയിൽ ഒരു കവിതയുണ്ട്. ഫൂലോं को भी मालूम नहीं है कल हमें जाना है शादी का मंडप या शमशान हर पल मुस्कुराते रहो बनाओ जिंदगी में एक अलग पहचान. പൂക്കൾക്കറിയില്ല നാളെ എനിക്ക് പോകേണ്ടത് കല്യാണ മണ്ഡപത്തിലേക്കാണോ അല്ലെങ്കിൽ ശവമഞ്ചത്തോടൊപ്പം ശ്മശാനത്തിലേക്കാണോ എന്ന്. എല്ലാ സമയവും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുക, ജീവിതത്തിൽ ഒരു പുതിയ ദിശാബോധം സൃഷ്ടിക്കുക എന്ന് ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. നിങ്ങളെ കൂടെയുള്ളവരുടെ കുറവുകൾ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഒരുപാട് തവണ കടിയേറ്റതാണ് നമ്മുടെ നാവിന്. എങ്കിലും പല്ലും നാവും പ്രശ്നമില്ല. 2 കണ്ണുകളും ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല, എങ്കിലും കാഴ്ചകൾ അവർ ഒരുമിച്ചാണ് കാണുന്നത്. അതേപോലെ നമുക്കൊരു ഒറ്റയ്ക്ക് സന്തോഷിക്കാം, പക്ഷെ നമ്മൾ ഒരുമിച്ചാവുമ്പോഴോ അത് ആഘോഷമാവും അല്ലേ? അതൊരു ആഘോഷമാവില്ലേ? ഇങ്ങനെ ആയില്ലേ? ഈ എക്സസൈസ് വീട്ടിൽ ചെയ്യൂലേ? എല്ലാവരും നെക്സ്റ്ററിന്റെ സെന്ററിലേക്ക് കടന്നു വന്ന് ഈ മഹത്തായ സന്ദേശം ലോകത്തിന് പ്രചരിപ്പിക്കാൻ നിങ്ങൾ മുന്നിലുണ്ടാവണേ. ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും അഭിനന്ദിച്ചതായിട്ടും ഈ നിങ്ങൾ ഈ നൽകിയ അംഗീകാരങ്ങളാണ് ഞങ്ങളെ ഡോക്ടറേറ്റിൽ എത്തിച്ചതെങ്കിൽ അത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് നെക്സൽ.